നമസ്കാരം, ബ്ലിസ്ഫുൾ മലയാളിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ കാനഡയിൽ വന്നിട്ട് യൂസ്ഡ് കാർ എടുത്തിട്ട് പെട്ടവർ ഒരുപാടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എനിക്കറിയാവുന്ന ഒരാൾ കയറി പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം ഒന്ന് പറയാമെന്ന് വെച്ചു. അപ്പോൾ അതിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് റെഡി ക്യാഷിന് വണ്ടി എടുക്കാം, അല്ലെങ്കിൽ പുത്തൻ വണ്ടി ഫൈനാൻസിന് എടുക്കാം, അതും അല്ലെങ്കിൽ യൂസ്ഡ് വണ്ടി നമുക്ക് ഫൈനാൻസിലെടുക്കാം. 3 കാര്യത്തിലാണ്. അപ്പോൾ ഇപ്പോൾ പൊതുവേ ഈ ഒരു പുത്തൻ വണ്ടികളിൽ ചിപ്പ് ഷോർട്ടേജും കാര്യങ്ങളും ഒക്കെ കാരണം നല്ല ഡിലേ വരുന്നുണ്ട്, 1 വർഷമൊക്കെ എടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ വണ്ടി ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് ഭാഗ്യത്തിന് അത് കിട്ടണം, അങ്ങനത്തെ ഒരു രീതിയാണ്. അപ്പോൾ അതാണ് പുത്തൻ വണ്ടികളുടെ. ഇനിയിപ്പോൾ നമ്മൾ റെഡി ക്യാഷ് കൊടുത്ത് എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ചിപ്പ് ഷോർട്ടേജും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്കറിയാം ഈ റെഡി ക്യാഷ് കൊടുക്കുന്ന വണ്ടികൾക്കൊക്കെ അവർ ക്യാഷ് കൂട്ടി വെച്ചിട്ടുണ്ട്. മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ കൂടുതലാണ്, പണ്ടത്തെ വണ്ടിക്കൊക്കെ വളരെ കൂടുതലാണ് ഇപ്പോൾ. അതായത് എൻ്റെ വണ്ടിയാണെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ അപ്പോൾ എടുത്ത എമൗണ്ട് അല്ല ഇപ്പോൾ ഈ സെയിം വണ്ടിക്ക് ഉള്ള വില എന്ന് പറയുന്നത്, നല്ല എമൗണ്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക, ഈ ഒരു യൂസ്ഡ് കാറ് ഫൈനാൻസിനെടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ പോകും. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ചിലയിടത്ത് ആളുകൾ വലിയൊരു ചതിയിൽ പെടുന്നുണ്ട്. അതായത് നേരെ ചൊവ്വേ ആ വണ്ടിയുടെ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ ഓടി, മാർക്കറ്റ് വാല്യൂ, ഇതൊന്നും നോക്കാതെ എത്രയാണോ അവർ പറയുന്ന വില, അല്ലെങ്കിൽ എത്രയാണോ ഇൻട്രസ്റ്റ് റേറ്റ് അവരിടുന്നത്, അതങ്ങ് വാങ്ങിച്ചിട്ട് പോവുക എന്നുള്ളത്. അപ്പോൾ ഇതിലൊരിക്കലും ഈ ഒരു ഷോപ്പുകാരല്ല തെറ്റുകാർ, ഇത് വാങ്ങാൻ നിൽക്കുന്നവർ തന്നെയാണ് തെറ്റുകാർ. ഇപ്പം ഞാനൊരു യൂസ്ഡ് കാർ എടുത്തിട്ട് പിന്നെ വന്നിട്ട് പറയുകയാണ് ഇത്രയായി എനിക്ക് ഇത് വലിയൊരു ചതിയായിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് തെറ്റുകാരൻ. കാരണം അവർ ഓൾറെഡി ആ ഡോക്യുമെൻറ്റും കാര്യങ്ങളും തരുമ്പോൾ ഫുള്ള് വായിച്ച് നോക്കിയിട്ട് ഫൈനൽ സെയിൽ ഡോക്യുമെൻറ്റിൽ നമ്മൾ ഒപ്പിടുമ്പോഴേക്കും മനസ്സിലാക്കണം, ഓക്കെ ഇതൊക്കെയാണ് ഭാവിയിൽ വരുന്നത്, അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റൊക്കെ ഇത്രയാണ്, വലിയൊരു എമൗണ്ട് വരും, ഞാൻ ഓക്കെ ആണെന്നുള്ള രീതിയിൽ മനസ്സിലാക്കണം. അല്ലാതെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ആ ഒരു ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്ന എൻ്റെ ഫ്രണ്ടിനുണ്ടായ അനുഭവം പറയാം. അപ്പോൾ അവർ ഇന്ത്യൻ അല്ല, അവരിപ്പോൾ കുറച്ച് മാസമായിട്ടുള്ള 4 മാസം 5 മാസമായിട്ടുള്ള വന്നിട്ട്, അപ്പോൾ അവരൊരു വണ്ടി എടുത്തു, 2019 മോഡൽ ഒരു വണ്ടി, 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വണ്ടിക്ക് അവർ ചെന്നു, ഡീലർഷിപ്പിൽ ചെന്നു, യൂസ്ഡ് കാർ എടുക്കുന്ന ഡീലർഷിപ്പിൽ ചെന്നു. അപ്പോൾ അവിടെ സെയിൽസ് ആൾക്കാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, അവർ അടിപൊളിയാണ്. അവർ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ പറഞ്ഞ് വീഴ്ത്തി എടുപ്പിച്ചിരിക്കും. അപ്പോൾ ഇവർക്ക് ഒരു എക്സ്പീരിയൻസ് കുറവുകൊണ്ടും ഇവർ വന്ന ഒരു 3-4 മാസമായതേ ഉള്ളൂ. അതുമാത്രമല്ല, പോയവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വന്ന ആളുകൾ ഒരു 2-3 പേര് അങ്ങ് പോയി, ആ ആൾക്കാർ പറയുന്ന എല്ലാം കേട്ടു, വണ്ടി അങ്ങ് വാങ്ങി. ആ ഒരു രീതിയിലാണ്. ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളും കൂടെയില്ല, വണ്ടിയെപ്പറ്റി അറിയുന്ന ആളും കൂടെയില്ല. ഓക്കെ, അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അവർ സെയിൽസിൻ്റെ ആൾക്കാർ പറഞ്ഞത്, നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ വളരെ കുറവാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഈ വണ്ടി ഇവിടുന്ന് വണ്ടി വേണ്ടാന്ന് വെച്ചിട്ട് വേറൊരു സ്ഥലത്ത് പോയി എടുത്തു കഴിഞ്ഞാലും ഇവിടെയും ഇല്ല അവിടെയും ഇല്ല എന്നുള്ളൊരവസ്ഥയും, വണ്ടി പിന്നെ കിട്ടത്തില്ല. ഓരോ കാര്യങ്ങൾ പറയുന്നതാണ് കേട്ടോ. പിന്നെ പറഞ്ഞത്, നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 9% ഇൻട്രസ്റ്റ് റേറ്റിൽ നിങ്ങൾക്ക് തരാം എന്നുള്ളത് അവർ പറഞ്ഞു. അതിനുശേഷം അവസാനം ഫൈനൽ സെയിൽ വന്നപ്പോഴേക്കും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഇതൊക്കെ നോക്കിയപ്പോഴേക്കും 9 പറ്റില്ല, 12% ആയി എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ എന്താ, ഓൾറെഡി ഈ കാര്യങ്ങളിലോട്ട് എത്തി കേട്ടോ. ഇനിയിപ്പോൾ വിഡ്രോ ചെയ്ത് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് പോയി വേറെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അതും ഇല്ല ഇതും ഇല്ല എന്നുള്ള അവസ്ഥയാവും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ അവരതിലോട്ട് വീണു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ചില കാര്യങ്ങൾ, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മിക്ക സ്ഥലത്തും അവർ കയ്യിൽ നിന്നിടുന്ന, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് വീഴ്ത്താനായിട്ട് പറയുന്ന കാര്യങ്ങളാണ് എന്നുള്ള മനസ്സിലാക്കുക. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നല്ലാതെ, അല്ലെങ്കിൽ ആ ഒരു ഷോപ്പിൽ നിന്ന് വേറൊരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോറും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ അവരെങ്ങനെ സോഫ്റ്റ് ചെക്ക്, ഈ ക്രെഡിറ്റ് സ്കോർ അവർ ചെക്ക് ചെയ്യുന്നത് സോഫ്റ്റ് ആണോ അല്ലെങ്കിൽ ഹാർഡ് രീതിയിലാണോ എന്നുള്ളത് വെച്ചിട്ട് ഒരു നിശ്ചിതമായിട്ടുള്ളൊരു ഇത് നമ്മുടെ നിന്ന് കുറയും. അപ്പോൾ അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, അവിടെ ചെല്ലുക, എല്ലാം ഒന്ന് നോക്കുക, എന്നിട്ട് അടുത്ത ദിവസമോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസമോ കാര്യം പറയാമെന്ന് പറയാം. അല്ലാതെ എടിപിടിയെന്ന് പറഞ്ഞിട്ട് ഡിസിഷൻസ് എടുക്കാതിരിക്കുക. അത് അവരങ്ങനെ എടുക്കാൻ വേണ്ടി അവർ പരമാവധി ശ്രമിക്കും, പക്ഷേ വീഴരുത്. ഇവർക്ക് പറ്റിയൊരു അബദ്ധം അതാണ്, വീണുപോയി. അതുപോലെ തന്നെ വണ്ടി നോക്കുന്ന സമയത്ത് അവർ അയ്യോ സാർ, ഓക്കെ സാർ, ആക്കെ സാർ, ഈ സാർ, ഊ സാർ എന്നൊക്കെ പറഞ്ഞ് വരും. പക്ഷേ അതിന് ശേഷം വണ്ടിയുടെ ഫൈനൽ ഡോക്യുമെൻ്റ് സൈൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ ഓക്കെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നവർ പെട്ടെന്ന് ഇങ്ങനെ അങ്ങോട്ടാവും. ആ ഒരു രീതിയുണ്ട്. ഇപ്പോൾ
വണ്ടി എടുക്കുന്ന സമയത്ത് റെസ്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ഫുള്ള് നോക്കിയതിന് ശേഷം മാത്രം ഒപ്പിടുക. അതിന് ശേഷം അയ്യോ ഇതെന്താ ഇവിടെ ഇങ്ങനെ എന്താ അവിടെ ഇങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഇത് നിങ്ങൾ ആദ്യമേ നോക്കേണ്ടതല്ലേ സാർ എന്നുള്ള രീതിയിൽ പറയും. ശരിയാണ്, അവർ പറയുന്നത് കറക്റ്റാണ്, കാരണം നമ്മൾ ആദ്യമേ നോക്കേണ്ട കാര്യമാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് 12% ഇൻട്രസ്റ്റ് റേറ്റിലാണ് ആൾക്ക് ആ ഒരു വണ്ടി ആയത്. ആദ്യം പറഞ്ഞു 9%, പിന്നീട് അവസാനമായപ്പോഴേക്കും 9 നടന്നില്ല, 12% ബാങ്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതേ ഇപ്പോൾ നടക്കുകയുള്ളൂ, പോയി കഴിഞ്ഞാൽ അതും ഇല്ല ഇതും ഇല്ല, അങ്ങനത്തെ ഒരു രീതിയിൽ. അപ്പോൾ പുത്തൻ വണ്ടികൾക്ക് തന്നെ 5ഉം 6ഉം ഒക്കെ വരുന്ന സമയത്ത് 2024 വണ്ടികൾക്ക് വരുന്ന സമയത്ത് ഈ ഒരു 2019 വണ്ടി അതും 60,000 കിലോമീറ്റർ ഓടിയ വണ്ടിക്ക് ഇത്രയുമാണ് വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ പലയിടത്തും ചില സെയിൽസിൻ്റെ ടീംസൊക്കെ നമുക്ക് നല്ലൊരു രീതിയിൽ ചെയ്തു തരാം അല്ലെങ്കിൽ തരാതിരിക്കാം. അപ്പോൾ വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ് ഈ വണ്ടി എടുത്തിട്ട് എനിക്ക് കുറച്ച് കാശുണ്ടാക്കണം, ഈ വണ്ടി എടുത്തിട്ട് എനിക്ക് ഈ വണ്ടി കൊണ്ട് തന്നെ കുറച്ച് കാശുണ്ടാക്കണം, അതുപോലെ തന്നെ എനിക്ക് ലാഭകരമായിരിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നോക്കിയിട്ട് മാത്രം വണ്ടി എടുക്കുക. പിന്നെ വണ്ടി ചെന്ന് നോക്കുന്ന സ്ഥലത്ത് പോകുന്ന സമയത്ത് വണ്ടിയെപ്പറ്റി അറിയാവുന്ന ഒരു കൂട്ടുകാരനെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളെയും കൊണ്ടുപോവുക. അല്ലെങ്കിൽ പോയി നോക്കിയതിന് ശേഷം കാര്യങ്ങളെല്ലാം ഇൻ പേപ്പറിൽ വാങ്ങിച്ചിട്ട് തിരിച്ച് വന്ന് അറിയാവുന്ന ഒരു ഫ്രണ്ടിനോ അല്ലെങ്കിൽ അറിയാവുന്ന ആളുകളോ ഒന്ന് കൺസൾട്ട് ചെയ്യുക. ഓക്കെ, എങ്ങനെയുണ്ട്, ഇത് കൊള്ളാമോ, ഇത് ചെന്ന് കഴിഞ്ഞാൽ ഞാനൊരു മണ്ടനാവുമോ അല്ലെങ്കിൽ അതിൻ്റെ കാശ് പോകുമോ എന്നൊക്കെ ഫുള്ളൊന്ന് നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടുപോകുന്നുള്ള അവസ്ഥയാണ്. ഇപ്പോൾ ആ ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, ഞാനങ്ങ് പെട്ടുപോയി. ഞാൻ ചോദിച്ച ഒരേ ഒരു ചോദ്യം, നിങ്ങൾ എന്താണ് അന്ന് തന്നെ എടുത്തത്? അപ്പോൾ അവർ പറഞ്ഞത് ആ ഒരു സെയിൽസിൻ്റെ ആൾ അത്ര ഇതായിട്ടാണ് ഞങ്ങളെ പുഷ് ചെയ്ത്, അത്ര ഇതായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടൂ എന്ന് പറഞ്ഞാൽ ആ ഒരു പുഷിൽ അവരങ്ങ് വീണുപോയി, ഫസ്റ്റ് ഡേ തന്നെ വീണുപോയി. അപ്പോൾ അങ്ങനെ വീഴാതിരിക്കുക. ഇനിയിപ്പോൾ 1 വർഷം കഴിഞ്ഞ് ട്രേഡ് ചെയ്യുക എന്നൊക്കെ ഉള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ പലർക്കും ഇത് സംഭവിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പടയെന്ന് പറഞ്ഞു പോയി. അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ ശ്രീഹരി സൈനിങ് ഓഫ്.